ഹായ് ഓൾ. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് എന്താണ് മാർക്കറ്റിൽ നമുക്ക് എന്താണ് ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നൊന്നും കിട്ടിയില്ലല്ലേ. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി അവസാനം ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് ഒരു എടുത്തു. പക്ഷേ അത് എന്താണ് ഒരു DK കാര്യങ്ങളായിരുന്നു. നമുക്ക് പിന്നെ കോസ്റ്റ് എക്സിറ്റ് അടിക്കേണ്ടിയിട്ട് വന്നു. അല്ലാതെ നമുക്ക് വലിയ മൊമെൻറ്റും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ബാങ്ക് നിഫ്റ്റി. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മുകളിലോട്ട് അപ്സൈഡിലോട്ട് പോകും, പക്ഷേ അത് അതേപടി തന്നെ സെൽ ഓഫ് ആയി പോവുകയാണ്, ഒരു സസ്റ്റെയിനിങ് ഇല്ല. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാപ്പാണ്. മനസ്സിലായോ? ആൾക്കാരെല്ലാം ജസ്റ്റ് ഒരു ബുള്ളിഷായിട്ട് നിർത്തിയിട്ട് ട്രാപ്പ് ആവുന്നത് നമുക്ക് എല്ലാ ദിവസവും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ് ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് കയറുന്നു, സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നു. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് കയറുന്നു, സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് ഇറങ്ങുന്നു. മനസ്സിലായോ? ഫസ്റ്റ് ഹാഫിൽ കയറുന്നു ഇറങ്ങുന്നു, ഫസ്റ്റ് ഹാഫിൽ കയറുന്നു ഇറങ്ങുന്നു. ഇന്നത്തെയും സെയിം അതേ തന്നെ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് മാർക്കറ്റ് കയറുന്നു, സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നു. അപ്പം ഈ ഒരു സിനാരിയോ ആണ് ഇപ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരെ എന്താണ് നമുക്ക് നിഫ്റ്റി നോക്കിയാലും സെയിം തന്നെയാണ് അല്ലേ. ഫസ്റ്റ് ഹാഫിൽ കയറുന്നു, പിന്നെ കൺസോളിഡേഷൻ ഇറങ്ങുന്നു, മാർക്കറ്റ് കയറുന്നു ഇറങ്ങുന്നു. ഇന്ന് തന്നെ കണ്ടില്ല, മാർക്കറ്റ് കയറി ഇന്ന് ഇറങ്ങി. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിൽ ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ സത്യം പറഞ്ഞാൽ ഇല്ല. മനസ്സിലായോ? ഇല്ല, നമ്മൾ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു രീതിയാണ് മാർക്കറ്റ് ഇപ്പം കാണിക്കുന്നത് ആക്ച്വലി. അപ്പം ഇതിനൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും ഒരു ബുള്ളിഷ് ബയാസിലുള്ള ഒരു ട്രേഡിലോട്ട് എനിക്ക് ഇപ്പോഴും ഒരു 100% ഞാൻ നോക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മനസ്സിലായോ? പിന്നെന്താണ് നമുക്ക് ഇപ്പം നാളത്തെ ഒരു അനാലിസിസും കാര്യങ്ങളിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം നാളത്തെ ഒരു അനാലിസിസിൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, നമുക്ക് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 24,964 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഏതാണ് നമുക്ക് അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഈ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ. കാരണം ഇന്നത്തെ ഡേ ഹൈയിൽ അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത്. അപ്പം അവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ഈ 3 ലെവൽസ് മതി. ഓക്കെ, നാളത്തേക്ക്. അപ്പം അതായത് 24,771, പിന്നെന്താണ് 24,964, പിന്നെ ഏതാണ് 25,129. കാരണം മുകളിൽ അപ്സൈഡ് ഇല്ല. ഈ വരച്ചേക്കുന്നത് എന്താണ്? ഞാൻ ഫിബ് റീട്രേസ്മെൻറ്റ് വരച്ചേക്കാണ്, ഫിബ്. ഓക്കെ, അപ്പം ഇത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എത്രയാണ് 25,200 to 25,300 ആ ഒരു ലെവലിൽ മാർക്കറ്റ് അവിടെ നിന്നും ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ റിവേഴ്സൽ പോസിബിൾ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റിൽ ഇത്രയാണ് നമുക്ക് വരുന്നത്. പിന്നെന്താണ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമായിരിക്കും നാളെ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു അയൺ കൗണ്ടർ എടുക്കാം. ഓക്കെ, അയൺ കൗണ്ടർ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രാങ്കിൾ എടുത്ത് ഈസിയായിട്ട് സേഫായിട്ടിരിക്കാം. ഓക്കെ, അത്രയാണ്. പിന്നെന്താണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകുമ്പോൾ എന്താണ്? ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ആ ഒരു ലെവൽ കണ്ടോ, ആ ഒരു ലെവലിൽ മാർക്കറ്റ് എന്താണ് സസ്റ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കുകയാണ്. പക്ഷേ അപ്സൈഡിൽ ഒരു സസ്റ്റെയിനിങ് ചെയ്യുന്നില്ല ആക്ച്വലി. മനസ്സിലായോ? അപ്പം അതാണ് മാർക്കറ്റിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം പിന്നെന്താണ് നമ്മൾ ഇന്നലത്തെ ഡേ ഹൈ കാര്യങ്ങളൊന്നും സ്വീപ്പ് ചെയ്തിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ഡേ ഹൈയും കിടക്കുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ എന്താണ് നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 51,400. ഓക്കെ, പിന്നെ ഏതാണ് നമുക്ക് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 59,33. ഓക്കെ, അപ്പോൾ ഈ 2 ലെവലാണ് മാർക്കറ്റിൽ നാളെയും നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്രയും ലെവൽസ് മാത്രമേ നമുക്ക് നാളെ മാർക്കറ്റിലേക്ക് നോക്കുന്നുള്ളൂ. അല്ലാതെ നമുക്കിപ്പം എന്താണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം എന്താണ് നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് എന്താണ് പെട്ടെന്നൊരു സെൽ ഓഫ് നടത്തി അങ്ങനത്തെ അതായത് മാർക്കറ്റ് എത്രയും കയറുന്നു അത്രയും തന്നെ ഡൗൺ സൈഡിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ചിലപ്പോൾ ഈ ഒരു വീക്ക് ചിലപ്പോൾ ഈ ഒരു കൺസോളിഡേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബർ തൊട്ട് നല്ലൊരു ട്രേഡിംഗ് സെഷൻസ്, അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ടെലിഗ്രാം ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാൻ ആകുമായിരിക്കും. അപ്പം ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പിൻ്റെ ആ ഒരു ചാനലിൻ്റെ, അതായത് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണുന്നവരെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ തന്നെ ചാർട്ടിൽ
വരയ്ക്കുക. അപ്പം ജസ്റ്റ് എന്താണ് അവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പം കുറച്ച് പേരുണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടും കൂടെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെപ്റ്റംബർ തൊട്ട് നമ്മൾ അപ്പം സ്പോട്ട് ചാർട്ടും ഫ്യൂച്ചർ ചാർട്ടും രണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, രണ്ടിൻ്റെയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇവിടുത്തെ ഈ എൻട്രീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പ് സൈഡ് വരുവാണെങ്കിൽ നമ്മളൊരു പുട്ട് എൻട്രി, ഡൗൺ സൈഡ് വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു സി എൻട്രി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. അപ്പം എന്തായാലും മന്ത്ലി എക്സ്പയറി ആണ്, എല്ലാവർക്കും സേഫായിട്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.